ഹായ് മക്കളെ, സൈലത്തിൽ നിന്നും അമീൻ സാറാണ്. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളോട് എൻ്റെ ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒറ്റ കാര്യം, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കുക. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മക്കളെ, നിങ്ങളെപ്പോലെ 9ാം ക്ലാസ്സിൽ നല്ല രീതിയിൽ ഉഴപ്പിയിട്ടാണ് 10ാം ക്ലാസ്സിലേക്ക് ഞാൻ കയറുന്നത്. ആ സമയത്ത് 10ാം ക്ലാസ് എത്തുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഒരു പ്രചാരണമുണ്ട്, 10ാം ക്ലാസ്സിൽ നന്നായിട്ട് ടഫാണ്, നന്നായിട്ട് പഠിക്കണം, നാട്ടുകാരെല്ലാവരും നോക്കുന്ന റിസൾട്ടാണ്. അതേ മൈൻഡിൽ തന്നെയായിരുന്നു 10ാം ക്ലാസ്സിലേക്ക് ഞാൻ കയറുന്നത്. 9ാം ക്ലാസ്സിനെ പോലെയല്ല, 10ാം ക്ലാസ്സിൽ ഞാൻ നന്നായിട്ട് പഠിക്കും, ഉഷാറാക്കും, കൃത്യമായിട്ട് പ്ലാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ട് 10ാം ക്ലാസ്സിലേക്ക് എത്തി. 10ാം ക്ലാസ്സിൽ ആദ്യത്തെ ആഴ്ച അടിപൊളിയായി. ടീച്ചേഴ്സ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് എഴുതിയെടുത്തു, പഠിക്കാൻ തുടങ്ങി, ഒക്കെ ഉഷാറായി സെറ്റായിട്ട് ഞാൻ ക്ലാസ്സിൽ പോകുമായിരുന്നു. സെക്കൻഡ് വീക്ക് ആയപ്പോൾ അതേപോലെ തന്നെ വിട്ടുകൊടുത്തിട്ടില്ല, അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങി. പക്ഷേ 3ാമത്തെ ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞതോടെ എൻ്റെ പണ്ടത്തെ സ്വഭാവത്തിലേക്ക് ഞാൻ എത്താൻ തുടങ്ങി. കാരണം പണ്ടത്തെ അമീൻ ബാസിലേക്ക് എൻ്റെ മാറ്റം വളരെ പെട്ടെന്നായിരുന്നു. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പ്രോപ്പറായി നോക്കാത്ത അവസ്ഥയിലേക്ക് വന്നു. ഇതിന് ഏറ്റവും വലിയ പ്രയാസം വന്നത് എപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലാണ്. അന്ന് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഞങ്ങൾ ഓണം എക്സാം നടക്കുന്നത്. ആ സമയത്ത് തന്നെ സ്കൂളുകളിൽ സ്പോർട്സും ആർട്സും ഒക്കെ തുടങ്ങി, ചാപ്റ്റേഴ്സും ഒക്കെ എനിക്ക് മിസ്സാവാൻ തുടങ്ങി. ആ സമയം ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ കൃത്യമായിട്ട് ആലോചിക്കുന്നത്, ഞാൻ എന്തായിരുന്നു ചിന്തിച്ചിരുന്നത്, ഞാൻ എങ്ങനെയാണോ പഠിക്കാൻ വിചാരിച്ചത്, അതല്ല പിന്നീട് നടന്നത്. കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ കൃത്യമായിട്ട് നോക്കാനോ അല്ലെങ്കിൽ എന്നെ കൃത്യമായിട്ട് ഒരാൾ ഫോളോ അപ്പ് ചെയ്യാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാന സമയത്ത് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. എന്നിട്ട് പോലും എനിക്ക് A+ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അതിനേക്കാൾ ഓപ്പർച്യൂണിറ്റിയാണ് മുന്നിൽ വരുന്നത്. കാരണം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. ഏകദേശം ഒരു കുട്ടിക്ക് ഒരു പാഠം മടുക്കാനുള്ള സമയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 മാസങ്ങൾ മതി. പക്ഷെ മക്കൾ, ഒരൊറ്റ കാര്യം, നിങ്ങൾ മടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എത്തിപ്പിടിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നാണ് essay ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഇതുവരെ ബുക്ക് ഇറങ്ങിയതിൽ ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻ വരാറുള്ളത്. അത് മാത്രമല്ല കേട്ടോ, മാത്സ് നോക്കുകയാണെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ്, എനിക്ക് പേഴ്സണലി ഏറ്റവും ടഫായിരുന്നത് മാത്സ് ആയിരുന്നു. അത് അരിത്തമാറ്റിക് സീക്വൻസിലെ ഇക്വേഷൻസ് പഠിക്കാത്തതുകൊണ്ടാണ്. കാരണം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് പഠിക്കുന്നില്ല. അതൊക്കെ വന്നതോടെ തന്നെയാണ് എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായത്. ഇതേ പ്രശ്നം അല്ലെങ്കിൽ ഒരു അമീൻ ബാസിലൂടെ പുനർജനിക്കരുത് എന്ന ഒറ്റ ലക്ഷ്യം കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കഥ ഇവിടെ പറയാനുള്ള കാരണം. നിങ്ങൾക്ക് മക്കളെ, ഇതിന് പരിഹാരമായിട്ട് നമ്മൾ തുടങ്ങിയതാണ് നമ്മുടെ അസ്ത്ര ബാച്ച്. മക്കളെ, ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് ഫോളോ അപ്പ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ മക്കളെ എന്തായാലും ജോയിൻ ചെയ്യുക നിങ്ങൾ അസ്ത്ര ബാച്ചിലേക്ക്. കാരണം നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയെങ്കിലും അസ്ത്ര ബാച്ചിലുണ്ടാവും. ആ മക്കളോട് ചോദിക്കുക, എങ്ങനെയുണ്ട് അസ്ത്ര ബാച്ചിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോ ചോദിക്കുക. അത് കണ്ടിട്ട് നിങ്ങൾ അസ്ത്ര ബാച്ചിലേക്ക് കയറുക. കാരണം ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയുകയാണ്, കേരളത്തിലെ ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് നിങ്ങളെ മുന്നിലേക്ക് ക്ലാസ് എടുക്കാൻ വരികയാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അത് റെക്കോർഡ് ക്ലാസ്സുകളായിട്ടും ലൈവ് ക്ലാസ്സുകളായിട്ടും ഇനി മുതൽ അങ്ങോട്ടേക്ക് എല്ലാ എക്സാം സീരീസുകളായിട്ടും നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ഒരാൾ ഫോളോ അപ്പ് ചെയ്ത് ഒരുമിച്ച് പഠിക്കുമ്പോൾ മക്കളെ, സെപ്റ്റംബറോ ഒക്ടോബറോ നവംബർ ആവട്ടെ, നിങ്ങൾ ആ ഒരു സ്റ്റഡി പ്ലാനിൽ ഞാൻ എന്തായിരുന്നോ ജൂണിൽ തീരുമാനിച്ചത് അതേപോലെ എല്ലാ മാസങ്ങളിലും നിങ്ങൾക്ക് ത്രൂ ഔട്ടായി പഠിച്ച് ഫുൾ A+ നേടാൻ സാധിക്കും. മക്കളെ, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്, ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത്, ആ പ്രശ്നങ്ങൾ ഇപ്പം നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്ത മക്കളാണെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് വീണ്ടും നോക്കും. അന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കും. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാധാന്യം കിട്ടിയത് അല്ലെങ്കിൽ പഠിക്കാൻ ഏറ്റവും കൂടുതൽ മോട്ടീവ് കിട്ടിയത് ആ അസ്ത്ര ബാച്ച് നിങ്ങൾ പറയുന്നുള്ളത് ഉറപ്പാണ്. മക്കളെ, ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ള മക്കൾ ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ അസ്ത്ര ബാച്ച് 1 ക്ലോസ് ചെയ്തു, സെക്കൻഡ് ബാച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്, തേർഡ് ബാച്ച് ഇനി ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, മക്കളെ, സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇവിടെ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് എടുക്കുക, മക്കൾ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് അവിടെ പഠിക്കാം, നമുക്ക് അവിടെ കാണാം.